ബിവെയർ ഓഫ് പുഷ്പ. പുഷ്പ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിലുണ്ട്. ഉറപ്പായി ആ ഭാഗത്ത് എവിടെയും പോകാണ്ട് രക്ഷപ്പെട്ടോ. സിനിമ ഒരിക്കലും കാണാൻ പോകണ്ടാന്ന് ഞാൻ പറയും. ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനെ മോശമായിട്ടൊരു സിനിമ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ സിനിമ കണ്ടു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമ കണ്ടിട്ടില്ലെന്ന് പറയണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങളോട് ഒരു എന്റെ കണ്ടതിന്റെ ഒരു അഭിപ്രായം പറയണമെന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നത് സിനിമ കണ്ടുപോയി. എന്താണ് ഈ സിനിമ കാണിച്ചത് എനക്കെന്നെ അറിയില്ല. പുഷ്പ 2 സിനിമ എന്തെന്നാണിത്. അല്ലു അർജുന് ഒരു അവാർഡ് കൊടുത്തു, ഒരു നാഷണൽ അവാർഡ് കൊടുത്തു എന്നുള്ള ഒരു തെറ്റ് മാത്രമാണ് ചെയ്തത് പുഷ്പ. അതുകൊണ്ട് അതിന്റെ സെക്കൻഡ് പാർട്ട് എടുത്തു, സുകുമാറാണ് എടുത്തത്. സുകുമാറിന്റെ സെക്കൻഡ് പാർട്ടുകൾ എന്ന് പറഞ്ഞാല് ആര്യ എന്ന് പറഞ്ഞൊരു സിനിമ ഇദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു, കാരണം ആദ്യമായിട്ടുള്ള അയാൾ അഭിനയിച്ചിട്ടാകുമ്പോൾ ഒരു ഫ്ലോപ്പിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊടുത്തൊരു സംവിധായകനാണ് എന്നുള്ള സാധനമൊക്കെ അല്ലു അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആര്യ 2 അയാൾ അതിൻ്റെ എടുത്തത്. ആ സാധനം തന്നെ കണ്ടാലും മനസ്സിലാവും. പിന്നെ അതിന്റെ ഒന്നിച്ച് ഇതിന്റെ സെക്കൻഡ് പാർട്ട് പുഷ്പ 2 എന്താവോ അതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് പറയുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു സീൻ, അയാള് പിന്നെ വേറെ ഏതോ രാജ്യത്ത് ചെന്നിട്ട് ഒരു കാമണിക്കൂർ മരണ ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴാണ് അറിയുന്നത് ഉറക്കത്തുനിന്ന് സ്വപ്നം കണ്ടാണ്, അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നിയത് ആ ഒരു സാധനം. അത് കഴിഞ്ഞിട്ടാകുമ്പോ പിന്നെ നമ്മൾ ഫഹദ് ഫാസിലിന്റെ ഇൻട്രൊഡക്ഷൻ, അതായത് അല്ലു അർജുന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, അത് സ്വപ്നത്തിൽ നിന്ന് കണ്ടതാണ് മനസ്സിലായി. പിന്നെ അതാ ഫഹദ് ഫാസിലിന്റെ ഇൻട്രൊഡക്ഷൻ വരുന്നു. അയാൾ അവിടെ പോയി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്, കുറെ ആൾക്കാരെ പിടിക്കുന്നുണ്ട്. അയാള് ഇവരെ കൊണ്ടുവന്ന് പിന്നെ പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിൽ അടച്ചു കഴിഞ്ഞ് അവരെ രക്ഷിക്കാൻ വേണ്ടി അല്ലു അർജുൻ വന്ന് മുഴുവൻ പോലീസുകാരെയും വിലക്കെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ ഈ പുഷ്പ 2ന്റെ 500 കോടി ഒന്നും അല്ലാന്ന് തോന്നുന്നു. ഇയാള് ലക്ഷങ്ങള്, അതായത് അവര് ആ ഒരു പിന്നെ ജീവിതത്തിൽ സമ്പാദിക്കാൻ പറ്റുന്ന എല്ലാ പൈസയും അവർക്ക് കൊടുത്തിട്ട് ഈ പറയുന്ന എല്ലാം റിലീസ് ചെയ്ത് കൊണ്ടുവന്നു. ഇത്രയും വലിയ പുഷ്പക്ക് എന്നാൽ അതെല്ലാം നശിപ്പിച്ചിട്ട് അങ്ങ് കൊണ്ടുപോയാൽ പോരെ. എനിക്ക് ഇപ്പോഴും മനസ്സിലായി ഇത്രയും പൈസ എന്തിനാണ് ഈ എനിക്ക് തോന്നുന്നു ആ പോലീസുകാർക്ക് കൊടുത്ത പൈസയും കൂടി കൂട്ടിയിട്ടാന്ന് ഇവർ 500 കോടി വില കിട്ടുന്നതാണ് എനിക്ക് ഡൗട്ടില്ലത്. അപ്പൊ അത്രയും പൈസയും കൊടുത്ത് അവരെ ഇറക്കിയത്. പിന്നെ ഒരു പാട്ട്, അയാളെ ഒരു മാഫിയ സംഘത്തിന്റെ, അതിന്റെ പേരൊന്നും എനിക്കിപ്പോ ഓർമ്മയില്ല. സിനിമ കണ്ടുകഴിഞ്ഞ് മൊത്തം കിളിപ്പാറിപ്പോയി. ആ ഒരു പിന്നെ ഈ സംഘത്തിനെ, ഈ ചന്ദനക്കടത്ത് സംഘത്തിനെ നിയന്ത്രിക്കുന്ന ഒരു ഡോണുമാരുടെ ഒരു പരിപാടി ഉണ്ടല്ല, അതിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ഉണ്ടായ ഒരു പാട്ടുണ്ട്. അതേ മോഡൽ ഒരു പാട്ടും ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പുഷ്പ 2 എന്നുള്ള പേര് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ പേര് കാണിക്കുന്നതിന് തൊട്ടു മുമ്പിൽ സാധനം എല്ലാം കളഞ്ഞാലും ഒരു കുഴപ്പമില്ല. എന്തിനാണ് ഫഹദ് ഫാസിലിന് കുറച്ചും കൂടി ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ച സീനുകളെല്ലാം ആയിട്ടാണ് എനിക്ക് തോന്നിയില്ല. ഒരു കണക്ഷനും ഇല്ല. മ്യൂസിക്കലാണെങ്കിൽ എന്തെല്ലോ ആണ്. എനിക്ക് സിനിമയിലെ മ്യൂസിക്കിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ ആവശ്യമില്ലാത്തൊരു കൊണ്ടുപോയിട്ട് പാസത്തിന്റെ മറ്റേ ഇങ്ങനെ ഭയങ്കര മെലഡി ആയിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ അവരെ പിന്നെ ഫീൽ ചെയ്യിക്കുന്ന സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റി വെച്ചിട്ട് എനിക്ക് അവിടെ ഇവിടെ മ്യൂസിക് കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ അരോചകമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മളെ രശ്മിക മന്ദാന, എൻ്റെ മോ ആ പെണ്ണ് രശ്മികനെ വെറുപ്പിക്കുന്നുണ്ട്. മറ്റേ അല്ലു അർജുന് വിട്ടുകൊണ്ട് അടുത്തത് എനക്കും അവാർഡ് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണോന്ന് അറിയില്ല. ഡയലോഗുകളൊക്കെ വാരി വേത്തറുന്നുണ്ടെങ്കിൽ എൻ്റെ അണ്ണൻ അങ്ങനെയാണ്, എൻ്റെ അണ്ണൻ അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ്. ഒരു ഫുൾ ത്രൂ ഔട്ട് അല്ലു അർജുനെ മാറ്റി നിർത്തി ത്രൂ ഔട്ട് ഡയലോഗ് അല്ലു അർജുന്റെ സൈഡിൽ നിന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അല്ലു അർജുനെ സൈഡാക്കി കളഞ്ഞു. അല്ലെങ്കിൽ സിനിമയിൽ ഒരു ഭംഗിയില്ലാണ്ട് ഡയലോഗുകൾ കൊണ്ടുവച്ചിട്ടുള്ളത്. ഈ പറയുന്ന പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടറും ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടറും തമ്മിൽ ഈ അങ്ങോട്ടും കൊണ്ട് സംസാരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തുള്ള കോമഡി ആക്കാനാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. ഇവര് മറ്റേ ചില സമയത്ത് ഫഹദ് ഫാസിലിന് ഓർമ്മ നഷ്ടപ്പെട്ടോ, ഞാൻ എന്താ ഇവിടെ, ഞാൻ എങ്ങനെയാണ് ഈ കുളത്തിൽ വന്ന് വീണത് എന്നല്ല മറ്റെന്തെല്ലോ കോമഡി എല്ലാം ആക്കുന്നുണ്ട്. എന്തിനാണ് ആ ഒരു ഡയലോഗുകള് ശരിക്കും ഞാൻ ഒരു പിന്നെ പറഞ്ഞു വരുന്ന സീനിന്റെ ഒരു പഞ്ചേ കളഞ്ഞു. അങ്ങനത്തെ രീതിയിലാണ് മൊത്തം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫസ്റ്റ് പാർട്ടില് പുള്ളിയുടെ അച്ഛന്റെ പേര് മുല്ലശ്ശേരി എന്തോ ഒരു ഇത് പറയുന്നുണ്ട്. പക്ഷെ ഈ പാർട്ടിലേക്ക് വരുമ്പോ ഒരു രാജ്യം കൂടി കേറിയിട്ടുണ്ട്. പുഷ്പരാജിന്റെ രാജ്യം എടുത്തിട്ട് ആ തലയിലും കയറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ട്. കാരണം ഫസ്റ്റ് പാർട്ടിൽ ആ രാജ്യം ഇല്ല, അത് ഇതിൽ കൊണ്ടുപോയി കയറ്റിയിട്ടുണ്ട്. പിന്നെ മലയാളത്തിൽ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ, കാരണം ഇവര് പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു
പിന്നെ എന്താണ് ശബരിമലക്ക് പോകുന്ന പോലെ അവര് ശിവന്റെ ഇതാണെന്ന് തോന്നുന്നു, ഒരു പച്ച ഡ്രസ്സെല്ലാം ഇട്ടിട്ട് അവരെന്തോ മലക്കുവന്ന് ഈ ആ ഒരു മോഡലിലാണ് ഇല്ലത്. അപ്പൊ അത് എന്നിട്ട് ഹെലികോപ്റ്റർ ഇരുന്നിട്ട് കാലുമ്മ കാലിട്ട് ഇല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ശിവ ശിവ എന്നാ വിളിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാല് എനക്കൊന്ന് തെലുങ്കത്തൊരു ഇതാണ്. അത് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഡബ് ചെയ്യുന്നതാണെങ്കിൽ ഇവർക്ക് അതൊരു ശബരിമല പോലെ അയ്യപ്പാന്നോ അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാൽ പോരെ, മലയാളികൾക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് തിരുപ്പതിയിലെ ലഡുവിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ മലയാളികൾക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന അയ്യപ്പൻ, പിന്നെ അരവണ, ഇതൊക്കെ കൊണ്ട് പിന്നെ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റൂല. ആ പ്രശ്നം. വെറുതെ ബന്ധിപ്പിച്ചൂടെ, മലയാളികൾക്ക് വേണ്ടിയിട്ട് മലയാളത്തിൽ ചെയ്യുമ്പോൾ അതെല്ലാം ചെയ്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ സിനിമ എന്ത് വന്നാലും ആസ്വദിക്കാൻ ഒരു തരത്തിലും പറ്റൂല എന്നാണ് പറയുന്നത്. ബിവെയർ ഓഫ് പുഷ്പ എന്നാണ് പറയുന്നത്. നിങ്ങൾ അടുത്തുള്ള തിയേറ്ററുകളിലുണ്ട്, ഒരിക്കലും ടിക്കറ്റ് എടുത്തിട്ട് കയറണ്ടെന്നേ ഞാൻ പറയും. അത്രക്ക് മോശമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഡയലോഗുകളൊന്നും കൊല്ലുക, വില്ലന്മാരിൽ എന്താണ് ഫസ്റ്റ് പാർട്ടിലുണ്ടായ വില്ലന്മാരില്ല. ഇനി സുനിലിനെ കുറിച്ച് പറയുന്നത്, കൈദീന്റെ ബാക്കിയായിട്ടാണ് വന്നിട്ടുള്ളത് മറ്റേ വിക്രം വന്നിട്ടുള്ളത്. വിക്രം സിനിമയിൽ മറ്റേ പുള്ളിനെ കൊണ്ടുവന്നിട്ടുണ്ട്, മറ്റേ ഇതെടുത്ത് അടിച്ചതിന്റെ ആളുടെ സ്റ്റിച്ച് ഇട്ടിട്ടാകുമ്പോ ലോകേഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അതിനേക്കാട്ടി മറ്റേ ഭാര്യ കഴുത്തറുത്തിട്ടാകുമ്പോ ആ സുനിൽ എന്ന് പറയുന്ന വ്യക്തി ഈ പുഷ്പ 2 പിന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അതിൽ എങ്ങനെയാ നടന്നതെന്നില്ല എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അതുപോലെ തന്നെ വില്ലന്മാര്, അതിൽ കുറെ വില്ലന്മാരുണ്ടായിരുന്നു. കാരണം അവരോടെല്ലാം വലിയ ഫൈറ്റാണ് നമ്മൾ പിന്നെയും പ്രതീക്ഷിക്കേണ്ടത്. അവരൊന്നുമല്ല കാണിക്കുന്നത്. ഇനി വന്ന സുനിലാണെങ്കിൽ സുനിലിനൊന്നും ചെയ്യണം, സുനിലും ബാക്കിയുള്ളവരെ വ്യക്തി നടത്തിട്ട് അപ്പൊ എങ്ങനെയെങ്കിലും ഓനെ ഒന്ന് പിടിക്കാനൊക്കെ എങ്ങനെയെങ്കിലും ഇതാക്കുക. കാരണം അയാൾ അത്രയും പവർഫുൾ ആയി എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ ഈ പവർഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സംഭവം ഇവർ ചെയ്യുന്നില്ല. കാരണം ഒരു 2000 കോടിയുടെ പിന്നെ സംഭവം പറഞ്ഞിട്ടുണ്ട്. അത് അതൊരു പ്രശ്നമില്ലാണ്ട് പുള്ളി കടത്തുന്നുണ്ട്. എന്നിട്ട് അതിന്റെ പിന്നെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരാളെ മിനിസ്റ്റർ ആക്കണം എന്ന് പറഞ്ഞാൽ ഇത്രയല്ല വേണ്ടത്, ഞാൻ തരാം പറഞ്ഞിട്ടാകുമ്പോ ആ പൈസ എടുത്ത് കൊടുക്കുന്നു, CM ആക്കുന്നു. പക്ഷെ അത് എന്ന് പറഞ്ഞാല് ഈ സിനിമേന്റെ ത്രൂ ഔട്ട് ഇടയ്ക്ക് എവിടെയല്ലോ ഇങ്ങനെ കയറ്റി വെക്കുന്നുണ്ട് എന്നല്ലാതെ പുഷ്പ 1 പോലെ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടിട്ട് എൻഗേജ് ചെയ്യിച്ചു പോകുന്നില്ല. അതിന്റെ ഇടയിൽ കുടുംബത്തിന്റെ പാസം വേറെ, പിന്നെ ഇവളെ ഭാര്യനെ കൊണ്ടുള്ള ചൊറ അതിനെക്കാട്ടി ഓള് എന്ത് സംഭവം ഉണ്ടെങ്കിലും ഇവന്റെ ബാക്കിൽ വന്നിട്ട് മറ്റേ ചട്ടു എടുത്തിട്ട് മറ്റേ നടക്കുന്നത്. നമ്മളെ മിന്നൽ മുരളിയില് ഇവന് മിന്നലടിച്ചു എന്ന് കേട്ടതിന് ശേഷം മിന്നൽ മുരളിയില് ഇവന്റെ പിന്നെ ഏച്ചിയിലെ സ്ത്രീ പിന്നെ നേരെ ആശുപത്രിയൊക്കെ ചട്ടുവും പിടിച്ചിട്ട് അങ്ങനെ മാക്സി ഇട്ടിട്ട് വരുന്നുണ്ട്. അതേ മോഡലിലാണ് ഇവൻ മറ്റേ പാർട്ടിക്ക് പോകുമ്പോഴും പിന്നെ അല്ലു അർജുൻ്റെ ഒന്നിച്ച് രശ്മിക വരുന്നുണ്ട് ഒരു ലോക്കൽ സാരിയെല്ലാം കൊടുത്തിട്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് മറ്റേ ഈടെ പോകുന്നെന്ന് പറയുമ്പോഴും അവന്റെ അനിയത്തിനെ രക്ഷിക്കാൻ പോകുന്ന പറയുമ്പോഴും സാരി കൊടുത്തിട്ട് വരുന്നുണ്ട്. അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഇവക്കൊന്നും മാറിയെന്നൂടെ അല്ലെ. അത് മാത്രമൊന്നുമല്ല, എവിടെ നിന്നാണ് സാധനം പിന്നെ വന്നത് എനിക്കറിയില്ല. ഒരു അമ്മൂമ്മേനെ കാണിക്കുന്നുണ്ട്. ആ പുള്ളിക്കാരി ആ മോനെ നിന്റെ ഏട്ടനല്ലേ വന്നില്ലേ, അല്ലെങ്കിൽ പിന്നെ അതോ ഓന്റെ ഏട്ടനല്ലേ, നിങ്ങളെ ബന്ധുവല്ലേ, അല്ല മറ്റേ ആ പെണ്ണുങ്ങൾ ഇടക്കിടക്കെ വന്ന് വെറുപ്പിക്കുന്നുണ്ട്. ഈ പെണ്ണുങ്ങൾ ഏടുതാ വന്നത്, ഇത് ആരെ ബന്ധുവാന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ സാധനം ഇത് കണ്ടിട്ട് മൊത്തം കിളിയും പോയിട്ടല്ലത്, നിങ്ങൾ കാണാണ്ടിരിക്കുന്ന നല്ലത്. ഞാൻ അത്രേ പറയും. ഓട്ടിയിട്ടില്ല അതിട്ട് വേറെ കണ്ടു വെക്ക്, അതും കാണണ്ടെന്ന് ഞാൻ പറയും. വെറുതെ സമയം കളയണ്ട. അത് 3.5 മണിക്കൂറല്ലോ. അയ്യോ, ആദ്യത്തെ 1/2 മണിക്കൂർ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 മണിക്കൂർ ഇത് അനുഭവിക്കണ്ടു എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവട്ടെ. ഇത് 3.5 മണിക്കൂറെല്ലാം കൊണ്ട് വെറുപ്പിച്ച് അത് മാത്രമല്ല ഇതിന് തേർഡ് പാർട്ട് വരാണ്ടല്ലോ. എന്ത് ഭ്രാന്തിനാണെന്ന് ഞാൻ ഒന്നുമില്ലെങ്കിലും എക്സ്ട്രാ ഒരു വില്ലനെങ്കിൽ പ്രതീക്ഷിച്ചു, അതുമില്ല. എന്തിനാ വില്ലന്മാര് വരുന്നുണ്ട്, തല്ലുകൊള്ളുന്നുണ്ട്, പോകുന്നുണ്ട്. വില്ലന്മാര് വരുന്നു, തല്ലുകൊള്ളുന്നു, പോകുന്നു. ഇനി അല്ലു അർജുനാണെങ്കിൽ അടിപൊളിയായിട്ട് 2 ഫൈറ്റ് കൊടുത്തതില് മറ്റേ സാരിയെല്ലാം എടുത്ത് പുള്ളി പ്രച്ഛന്ന വേഷമെല്ലാം കെട്ടി എന്നിട്ട് എന്റെ ലാസ്റ്റത്തതുണ്ട് കയ്യും കാലും കെട്ടിയിട്ടിട്ട് തല്ലാൻ പോണം. ഇവൻ എന്താണ് മറ്റേ ഈ നമ്മളെ സയൻസിനെ മുഴുവനായിട്ട് വെല്ലുവിളിക്കുന്ന രീതിയിൽ ഞാൻ പറയും ലോജിക്കില്ലായ്മ കുറച്ചെല്ലാം ഉണ്ടാവും. ഇവൻ എങ്ങനെ വേണമെങ്കിൽ തുള്ളാൻ പറ്റും. ഇവന്റെ സ്വന്തം ശരീരത്ത് കയ്യും കാലും കെട്ടിയിട്ടിട്ട് ഒരു മനുഷ്യൻ പോയിട്ട് അടിക്കുന്നെല്ലാം പറഞ്ഞാൽ ഒരു ചെറിയൊരു ഇത് കൊടുക്കണ്ടേ ലോജിക്ക്, ചെറുത്. അല്ലെ ഫസ്റ്റ് തന്നെ വന്നിട്ട് കത്തി കൊണ്ടോ മറ്റേതൊക്കെ ആക്കിയിട്ട് ആ കയറൂരി കൊടുത്തോടെ. പെങ്ങക്കെങ്കിലും പെങ്ങക്കല്ല മരുമോള്
അവക്കെങ്കിലും അത് ഊരി കൊടുത്തൂടെ? ഇവൻ എന്നെ കഷ്ടപ്പെട്ട് നടന്നിട്ട് അവരെ കത്തിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് കൈവച്ചിട്ട് വേണം ഈ കയറെല്ലാം മുറിച്ച് കളയാൻ വേണ്ടിയിട്ട്. വേറെ ഒരാള് സഹായിക്കാനില്ല എന്ന രീതിയിലാണ്. ആ പെണ്ണിനോട് പറഞ്ഞൂടെ, മോൾ അതൊന്ന് വേഗം അയച്ച വില്ലന്മാരുള്ള തല്ലാൻ്റെ. ഞാൻ കഷ്ടപ്പെട്ടോളും, എനക്ക് സയൻസ് ഒന്നും ഒരു വെല്ലുവിളിയേ അല്ല. ഇപ്പൊ വീട് കിടക്കുന്നെടുക്കുന്ന ഇങ്ങനെ പറന്നു പോവും, കിടക്കുന്നെടുക്കുന്ന ഇങ്ങനെ തുള്ളി പോവും. ഒരു ഉപകാരം ഒന്നും വേണ്ട. എൻ്റെ നിങ്ങൾ പോണ്ട, അത്ര എനിക്ക് പറയാമല്ലോ. നന്ദി, നമസ്കാരം. അടുത്തൊരു സിനിമ കാണുന്നത് വരെ ഒന്നും പറയാനില്ല.